ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ തമിഴ്നാട്ടിലാണ്. കമ്പം തേനി റൂട്ടിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പഴനിയിലേക്കാണ് നമ്മുടെ യാത്ര. നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിലും കൃഷികളാണ്. ഇവിടെ ഇപ്പോൾ കേരളത്തിനേക്കാളും കനത്ത ചൂടാണ്. ആ ചൂടിനെയൊന്നും വക വയ്ക്കാതെ കൃഷിസ്ഥലത്ത് വെയിൽ കൊണ്ട് പണിയെടുക്കുന്ന ധാരാളം കർഷകരെ നമുക്ക് കാണാം. ഇത് ചോളകൃഷിയാണ് കാണുന്നത്. നല്ല വ്യൂ ആണ് ദൂരേക്ക് നോക്കിയാൽ. അങ്ങ് ദൂരെ വലിയ പാറക്കെട്ടുകളും മലകളും കാണാം. ചിലയിടത്തൊക്കെ റോഡിൻ്റെ പണിയും നടക്കുന്നുണ്ട്. വലിയൊരു തെങ്ങുംതോപ്പാണ് ഈ കാണുന്നത്. ചുറ്റിനും വലിയ തെങ്ങുകളും നടുവിലായി ചെറിയ തെങ്ങിൻ തൈകളും നട്ടിട്ടുണ്ട്. ചിലയിടത്താണെങ്കിൽ എന്തൊക്കെയോ നട്ടിട്ടുണ്ട്, അത് നമുക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ ഇടകലർന്നുള്ള കൃഷിയാണ്. കുറച്ച് ഭാഗത്ത് ഒരു കൃഷി, കുറച്ച് ഭാഗത്ത് വേറെ കൃഷി. ചിലയിടത്താണെങ്കിൽ നിലമൊക്കെ ഉഴുതുമറിച്ചിട്ടിരിക്കുകയാണ് കൃഷിക്ക് വേണ്ടി. അങ്ങനെ നമ്മളൊരു റെയിൽവേ പാളമൊക്കെ മുറിച്ച് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഹിറ്റാച്ചിയൊക്കെ കാണാം. അവിടെ എന്തോ റോഡിൻ്റെ പണി നടക്കുകയാണ്. അങ്ങനെ നമ്മൾ പളനിയിലേക്ക് എത്തുകയാണ്. നമ്മൾ പളനിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ റൂമൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പക്ഷേ റൂം എടുത്തിട്ട് നമുക്ക് ഫ്രഷായിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്കൊരു റൂം കിട്ടിയിരിക്കുകയാണ്. നമ്മളപ്പം ഇവിടെയാണ് റൂം. നമ്മളങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി അമ്പലത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഈ കാണുന്നതാണ് പഴനി. ആ മുകളിൽ ചുമന്ന ലൈറ്റ് കാണുന്നില്ലേ, അതാണ്. നമുക്കിനി അവിടേക്കാണ് പോകേണ്ടത്. ഈ കാണുന്നതാണ് കുതിരവണ്ടി. തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിലാണ് പളനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദിണ്ടിഗൽ പട്ടണത്തിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ അകലെയാണ് പളനി സ്ഥിതി ചെയ്യുന്നത്. ആദ്യം മധുര ജില്ലയുടെ ഭാഗമായിരുന്നു ഈ പ്രദേശം. 1985 പളനി ദിണ്ടിഗൽ ജില്ലയുടെ ഭാഗമായി മാറിയത്. നമ്മളിപ്പോൾ പളനിമലയിലേക്കുള്ള പ്രധാന വഴിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ വലിയ പാറയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം കാണാൻ സാധിക്കും. കൂടാതെ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ധാരാളം കടകളും നമുക്ക് കാണാൻ സാധിക്കും. ഇതാ കാണുന്നതാണ് പഴനി ക്ഷേത്രം. ആ ലൈറ്റുകൾ കാണുന്ന വഴിയിലൂടെ വേണം നമുക്ക് നടന്ന് ആ മലയുടെ മുകളിലെത്താൻ. നിലവിൽ പ്രധാനമായും 3 വഴികളാണ് മല കയറാൻ വേണ്ടിയുള്ളത്. ഒന്നാമത്തേത് പടികളാണ്. രണ്ടാമത്തേത് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആനകൾക്കും മറ്റും മലയിലേക്ക് പോകുന്നതിന് നിർബന്ധിച്ച വഴിയും. പിന്നെയുള്ളത് വിഞ്ച് ട്രെയിനാണ്. നമ്മൾ പടികൾ കയറിയാണ് മലയിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ പടികൾ കയറി ക്ഷേത്രത്തിൻ്റെ മുറ്റത്തെത്തി. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇവിടുത്തെ നൈറ്റ് വ്യൂ ആണ്. ഒരു രക്ഷയുമില്ല. പളനി ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിന്നും നോക്കിയാലുള്ള രാത്രി കാഴ്ചയാണ്. നിറയെ ലൈറ്റുകൾ, മനോഹരമായ കാഴ്ചയാണ്. അങ്ങനെ ക്ഷേത്രവും പരിസരവും എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത്തെ വഴിയാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. നമ്മളങ്ങനെ താഴെ എത്തിയിരിക്കുകയാണ് അമ്പലത്തിൽ നിന്ന്. ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ്. ക്യാമറയും മൊബൈൽ ഫോണും ഒന്നും അലൗഡ് അല്ല. നമ്മളങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ആ കാണുന്നതാണ് വിഞ്ച് ട്രെയിനാണ്. മല കയറി പോവുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തി. ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.